ശബരിമല ശരംകുത്തിയിലെ ആചാര സവിശേഷതകൾ സംബന്ധിച്ച് ഭക്തർക്കുണ്ടാകുന്ന ആശങ്കയിൽ ഇടപെടാതെ ദേവസ്വം ബോർഡ് കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയിൽ സമർപ്പിക്കേണ്ട ശരക്കോലുകൾ സമർപ്പണം നടത്തുന്നതാവട്ടെ ശബരിപീഠത്തിലാണ്. തെറ്റിദ്ധാരണ കൊണ്ട് ഭക്തർ സമർപ്പിക്കുന്ന ശരക്കോലുകളാൽ നിറഞ്ഞിരിക്കുകയാണ് ശബരിപീഠം. ആചാരപരമായി ശരം കുത്തേണ്ടത് ഇവിടെയാണ്. ഇതാണ് ശരംകുത്തി ആല്. എന്നാൽ കൂടുതൽ ഭക്തരും ശരം കുത്തിയെന്ന് തെറ്റിദ്ധരിച്ച് ശരം കുത്തുന്നത് ശബരിപീഠത്തിലാണ്. ശരംകുത്തി ആൽത്തറയ്ക്ക് തൊട്ടടുത്തുള്ള കാണിക്ക മണ്ഡപത്തിലും ചിലർ തെറ്റിദ്ധരിച്ച് ശരം കുത്തുന്നുണ്ട്. മലകയറ്റത്തിൽ ഐതിഹ്യപ്പെരുമ ഏറെയുള്ള സ്ഥലമാണ് ശരംകുത്തി. കാട്ടുകൊള്ളക്കാരൻ ഉദയനന്റെ മറവപ്പടയെ തോൽപ്പിച്ചെത്തിയ അയ്യപ്പനും സംഘവും കൈവശമുള്ള ആയുധങ്ങൾ ഉപേക്ഷിച്ച സ്ഥലം. കന്നി അയ്യപ്പന്മാർ ശരക്കോൽ സമർപ്പിക്കേണ്ടത് ഇവിടെ. ഭക്തർ ശരക്കോൽ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നതും കാണാം. ശരംകുത്തിക്ക് 1 കിലോമീറ്റർ അകലെയുള്ള ശബരിപീഠത്തിലെ കാഴ്ചകളിലേക്കാണിനി. നിരവധി ഭക്തർ ശബരിപീഠത്തിൽ തെറ്റായി ശരം സമർപ്പിച്ചിരിക്കുന്നത് കാണാം. ശബരിപീഠത്തിലാണ് ശരം സമർപ്പിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ചും ഇതാണ് ശരം കുത്തിയെന്ന് ചിന്തിച്ചുമാണ് ഭക്തർ ശബരിപീഠത്തിൽ തെറ്റായി ശരം സമർപ്പിക്കുന്നത്. ശബരിപീഠത്തിൽ മാത്രമല്ല, ശരം കുത്തി ആലിന് സമീപമുള്ള കാണിക്കവഞ്ചിയിലും ഭക്തർ തെറ്റായി ശരം കുത്തുന്നുണ്ട്. ശരക്കോൽ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്ന് ഇവിടുത്തെ തൊഴിലാളി പറയുന്നു. കാലങ്ങളായിട്ട് ഇവിടെ വന്ന് ശബരിപീഠത്തിലാണ് ഈ ശരം കുത്തുന്നത്. ഇവിടെ പണ്ടുള്ള ഒരു നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വെടിവഴിപാടും തേങ്ങ ഉടച്ച് ശരം കുത്തി പോവുകയായിരുന്നു. അതായത് ഇവിടുത്തെ വഴിപാട്. ആരെങ്കിലും ഒരാൾ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്നവർ അവർക്ക് അറിയില്ല ഇതിൻ്റെ ഐതിഹ്യം എന്താണോ, എന്ത് കാര്യം കൊണ്ടാണ് ഈ കുത്തുന്നതെന്നൊന്നും അറിയത്തില്ല. ഒരാൾ കുത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്നവരോട് പറയും മേളിലാണ് ശരംകുത്തിയുടെ ആല് നിൽക്കുന്ന വലത്തെ സൈഡിലാണ്, നമ്മുടെ വരിയുടെ വലത്തെ സൈഡിലാണ് ആല് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയും, നമ്മളോട് ചോദിക്കുക. ചിലവരോട് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് കെറുവ ഇതാണ് പറയും. ശരംകുത്തിയുടെ ആചാരപരമായ സവിശേഷതകളോ ശരംകുത്തി എവിടെയാണെന്നോ എവിടെയാണ് ശരം സമർപ്പിക്കേണ്ടത് എന്നത് സംബന്ധിച്ചോ ഈ പ്രദേശത്തെങ്ങും ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ശരംകുത്തിയിലെ ചടങ്ങ് സംബന്ധിച്ച് അവബോധം കൃത്യമായി നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തതാണ് ഭക്തർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തർക്കിടയിൽ ശരം സമർപ്പിക്കേണ്ടത് എവിടെയാണെന്നതിൽ വലിയ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകുന്നു. ശബരിപീഠത്തിന് തൊട്ടടുത്താണ് ശരക്കോൽ വിൽക്കുന്ന സ്റ്റാൾ ഉള്ളത്. ഇതും ശബരിപീഠത്തിൽ ഭക്തർ തെറ്റിദ്ധരിച്ച് ശരക്കോൽ സമർപ്പിക്കാൻ കാരണമാകുന്നു. ശബരിമലയിലെ ഓരോ ആചാര സവിശേഷതകൾ സംബന്ധിച്ചും ഭക്തർക്കിടയിലുണ്ടാകുന്ന ആശയക്കുഴപ്പമകറ്റാൻ കൃത്യമായ അവബോധമുണ്ടാക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കാത്തതിന്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് ശബരിപീഠത്തിൽ ഭക്തർ തെറ്റായി ശരം സമർപ്പിക്കുന്ന ഈ കാഴ്ച. ശരം കുത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബരിപീഠത്തിൽ ഭക്തർ ശരം കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. സന്നിധാനത്തെ ആചാരപരമായ സവിശേഷതയുള്ള സ്ഥലങ്ങൾ, ആചാരങ്ങൾ ഇത് സംബന്ധിച്ച് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിച്ചാൽ ഭക്തർക്ക് ഇത്തരത്തിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനാകും. ഇത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർകാടിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.